പ്രിയപ്പെട്ട കുട്ടികളെ, വിക്ടേഴ്സ് ചാനലിൽ പ്രക്ഷേപണം ചെയ്തു വരുന്ന +1 കെമിസ്ട്രി പാഠഭാഗങ്ങളുടെ ഒന്നാമത്തെ എപ്പിസോഡ് കഴിഞ്ഞു. അതിനെ ഒന്ന് സപ്ലിമെൻ്റ് ചെയ്തു തരാം, അതിനെ ഒന്നുകൂടി റെഡിയാക്കി തരാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ അതിൽ മനസ്സിലാക്കിയ എന്തൊക്കെയാണ്? ഒന്ന്, കെമിസ്ട്രി എന്നുള്ള സബ്ജക്റ്റിൻ്റെ സ്കോപ്പ് എന്താണ്? അഗ്രികൾച്ചർ അല്ലേ, നമ്മുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് മേഖലകൾ, അഗ്രികൾച്ചർ, മെഡിസിൻ എന്ന് വേണ്ട ജീവിതത്തിൻ്റെ നാനാതുറകളിലും കെമിസ്ട്രീൻ്റെ പ്രയോഗങ്ങൾ, ആപ്ലിക്കേഷൻസ് പഠിച്ചിട്ടുണ്ട്. കെമിസ്ട്രി എന്നുള്ള വിഷയം സയൻസിൻ്റെ ഭാഗം എന്ന നിലക്ക് കെമിസ്ട്രീൻ്റെ അല്ലേ, നമ്മുടെ മോഡേൺ സയൻസിന് കെമിസ്ട്രീൻ്റെ പങ്കെന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നേരെ ടോപ്പിക്കിലേക്ക് കടക്കാൻ ഉണ്ടായത്. ഇപ്പോൾ ജനറലായിട്ട് ടോപ്പിക്ക് വിട്ടിട്ട് നമ്മൾ മാറ്ററിലേക്ക് കടന്നു. എന്താ മാറ്റർ എന്ന് പറഞ്ഞാൽ? നമുക്ക് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ള എന്തിനേയും നമ്മൾ മാറ്റർ അഥവാ പദാർത്ഥം എന്ന് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ മാറ്ററിൻ്റെ, പദാർത്ഥത്തിൻ്റെ പ്രധാനപ്പെട്ട 3 വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തരംതിരിക്കാൻ പറ്റുന്നതാണ്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. 7ാം ക്ലാസ് തൊട്ടേ പഠിക്കുന്ന കാര്യമാണ് അല്ലേ. ഖരം, ദ്രാവകം, വാതകം. എന്തൊക്കെയാണ് അത് തമ്മിലുള്ള വ്യത്യാസം? നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. എന്ന് പറഞ്ഞാൽ സോളിഡ്സ്, ലിക്വിഡ്, ഗ്യാസ്, അവയുടെ പ്രോപ്പർട്ടീസ്, ഗുണങ്ങൾ നമുക്ക് താരതമ്യം ചെയ്ത് നോക്കാം. സോളിഡ്സ് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് സൈസാണ് അല്ലേ. എന്ന് പറഞ്ഞാൽ ഡെഫിനിറ്റ്, നിശ്ചിതമായ, നിയതമായ ആകൃതിയും അതുപോലെ സൈസും വലിപ്പവും ഉണ്ട് അല്ലേ. ഡെഫിനിറ്റ് വോളിയം, കൃത്യമായ വ്യാപ്തമുണ്ട്. പാർട്ടിക്കിൾസ് ക്ലോസ് ടുഗദർ ആൻഡ് ഫിക്സ്ഡ് എന്ന് പറയുന്നത് എന്താ? പാർട്ടിക്കിൾ എന്ന് പറയുന്നത് കണങ്ങൾ. ഈ കണങ്ങൾ അതിൻ്റെ അടിസ്ഥാന നിർമ്മാണ കണങ്ങൾ വളരെ അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു, ഒരു സ്ഥലത്ത് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുകയാണ്. പാർട്ടിക്കിൾസ് മൂവ് വെരി സ്ലോലി എന്ന് പറഞ്ഞാൽ തീരെ മൂവ് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് ഏകദേശം അർത്ഥം. എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ മോഷൻ, ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്കുള്ള മോഷനെ പറയുന്ന പേരെന്താണ്? ട്രാൻസ്ലേഷൻ മോഷൻ. അതില്ല. വൈബ്രേഷണൽ മോഷൻ ഉണ്ടെന്ന് പറയും, നമ്മൾ പഠിക്കും പിന്നീട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് അതിന് വൈബ്രേറ്റ് ചെയ്യാൻ കഴിയും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അല്ലേ. ഇനി അതേമാതിരി ലിക്വിഡ്സിന് ഇൻഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല എന്നല്ല, ഇൻഡെഫിനിറ്റ് ഷേപ്പ്, നിയതമായ ഷേപ്പ് ഇല്ല. ടേക്ക് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ. ഏത് കണ്ടെയ്നർ, ഏത് പാത്രത്തിലാണോ അതെടുത്തിരിക്കുന്നത് അതിൻ്റെ ആകൃതി ആയിരിക്കും അതിനുണ്ടാവുക. ഡെഫിനിറ്റ് വോളിയം, ഡെഫിനിറ്റ് ആണ്. അതെ, നമുക്ക് തന്നിരിക്കുന്ന ലിക്വിഡിന് അല്ലേ, നമുക്ക് 1 ലിറ്റർ, 2 ലിറ്റർ, 1 ml, 2 ml എന്നൊക്കെ പറഞ്ഞ് അളന്നെടുക്കാൻ പറ്റുന്നില്ലേ. അതുകൊണ്ടാണ് ഡെഫിനിറ്റ് വോളിയം, വ്യാപ്തം. പാർട്ടിക്കിൾസ് ആർ ക്ലോസ് ടുഗദർ, അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ബട്ട് മൊബൈൽ എന്ന് പറയുന്ന ആ എടുത്തിരിക്കുന്ന പാത്രത്തിനകത്ത് അതിന് സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് അല്ലേ. പാർട്ടിക്കിൾസ് മൂവ് സ്ലോലി അല്ലേ, ഒരറ്റത്ത് മറ്റത്തേക്ക് ആ പാത്രത്തിനകത്ത് അതിന് സഞ്ചരിക്കാൻ കഴിയും, പതുക്കെയാണെങ്കിലും. അത് കഴിഞ്ഞാൽ ഗ്യാസസ് അല്ലേ, ഇൻഡെഫിനിറ്റ് ഷേപ്പ്. ഗ്യാസിന് ആകൃതി ഉണ്ടോ? ഇല്ല. ഇൻഡെഫിനിറ്റ് വോളിയം ഉണ്ടോ? ഇല്ല. വോളിയം ഇല്ലേ? ഉണ്ട്. ഇൻഡെഫിനിറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് അളവിലുള്ള പാത്രത്തിലാണോ ആ ഗ്യാസ് എടുത്തിരിക്കുന്നത് അതിൻ്റെ വോളിയമായിരിക്കും ഗ്യാസിൻ്റെ വോളിയം. ഒരു ഗിവൺ എമൗണ്ട് ഓഫ് ഗ്യാസ്, തന്നിരിക്കുന്ന ഗ്യാസ് നമ്മൾ ഒരു 2 ലിറ്ററിൻ്റെ പാത്രത്തിൽ നിറച്ച് വെക്കുകയാണെങ്കിൽ ആ ഗ്യാസിൻ്റെ വോളിയം 2 ലിറ്ററാണ്. അത് 10 ലിറ്ററിൻ്റെ വ്യാപ്തമുള്ള ഒരു പാത്രത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ ഗ്യാസിൻ്റെ വോളിയവും വ്യാപ്തവും 10 ലിറ്റർ ആയിരിക്കും. അതാണ് നമ്മൾ പറയുന്നത്. ടേക്സ് ദ ഷേപ്പ് ആൻഡ് വോളിയം ഓഫ് ദ കണ്ടെയ്നർ അല്ലേ. ഏത് പാത്രത്തിലാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ആകൃതിയും അതിൻ്റെ വോളിയവും ആണ് ആ ഗ്യാസിനുണ്ടാവുക. പാർട്ടിക്കിൾസ് ആർ ഫാർ അപ്പാർട്ട്, വളരെ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് അതിലെ കണങ്ങൾ. പാർട്ടിക്കിൾസ് മൂവ് ഫാസ്റ്റ്, നമുക്കൊരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റും അല്ലേ. നമ്മളൊരു പ്രത്യേക തരത്തിലുള്ള ഭക്ഷണം മറ്റോ പാചകം ചെയ്യുമ്പോൾ അതിൽ നിന്ന് സ്മെല്ലൊക്കെ വളരെ എത്ര പെട്ടെന്നാണ് നമ്മൾ വ്യാപിക്കുന്നത്. അപ്പോൾ അതിന് വായുവിൽ കൂടി ഒരു മാധ്യമത്തിലൂടെ കൂടി സഞ്ചരിക്കാൻ ഗ്യാസ് പാർട്ടിക്കിളിന് വളരെ എളുപ്പത്തിൽ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ മാറ്റേഴ്സ് അല്ലെങ്കിൽ മാറ്ററിനെ നമ്മൾക്ക് 2 ഇതായിട്ട് തിരിക്കാം മെയിനായിട്ട്. മിക്സ്ചേഴ്സ് ആൻഡ് പ്യുവർ സബ്സ്റ്റൻസസ്. അതിൽ തന്നെ മിക്സ്ചേഴ്സിനെ നമ്മൾ ഹോമോജിനസ് മിക്സ്ചറിനും ഹെട്രോജിനസ് മിക്സ്ചറിനും വീണ്ടും 2ആയി തിരിക്കുന്നുണ്ട്. നമുക്കതിൻ്റെ ക്ലാസിഫിക്കേഷൻ മൊത്തം കണ്ടു കഴിഞ്ഞാൽ മാറ്ററിന് പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചേഴ്സും ആയിട്ടാണ് തിരിക്കുന്നത് ഇല്ലേ.
അതിൽ മിക്സേഴ്സിനെ മാഷിപ്പം പറഞ്ഞു ഹോമോജനസ് മിക്സറും ഹെറ്ററോജനസ് മിക്സറും. പ്യുവർ സബ്സ്റ്റൻസിനെ വീണ്ടും രണ്ടായി തിരിക്കാം, എലമെന്റ്സും കോമ്പൗണ്ടുകളും എന്ന് പറഞ്ഞാൽ മൂലകങ്ങളും സംയുക്തങ്ങളും അല്ലേ. അപ്പോൾ എന്താണ് ഈ പ്യുവർ സബ്സ്റ്റൻസ് എന്നാൽ? ശുദ്ധമായ പദാർത്ഥങ്ങൾ അല്ലേ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഓൾ കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസ് ഓഫ് എ സബ്സ്റ്റൻസ് ആർ സെയിം ഇൻ കെമിക്കൽ നേച്ചർ എന്ന് പറയാൻ തന്നിരിക്കുന്ന പദാർത്ഥം മാറ്ററിലെ അതിലത്തെ കണങ്ങളെല്ലാം ഓക്കെ അവക്കൊക്കെ ഒരേ രാസ സ്വഭാവമാണ് ഉണ്ടാവുക. നോക്കുക, സിൽവർ അല്ലേ, ശുദ്ധമായ വെള്ളിയാണെങ്കിൽ അത് സിൽവർ ആറ്റം കൊണ്ട് മാത്രം ഉണ്ടാക്കിയതാണ്. സോഡിയം Na ആറ്റം കൊണ്ട് ഉണ്ടാക്കിയതാണ് അല്ലേ. വാട്ടർ ശുദ്ധമായ വെള്ളമാണെങ്കിൽ വേറൊന്നുമില്ലെങ്കിൽ അത് വെറും H2O എന്ന് പറയുന്ന കണങ്ങളെ കൊണ്ട് മാത്രം നിർമ്മിച്ചിരിക്കുന്നതാണ്, തന്മാത്ര കൊണ്ട് നിർമ്മിച്ചതാണ്. കാർബൺ ഡൈ ഓക്സൈഡ്, ശുദ്ധമായ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് എടുക്കുകയാണെങ്കിൽ അതിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്യൂളുകൾ മാത്രമേ കാണുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരേ രാസ സ്വഭാവമുള്ള കെമിക്കൽ നേച്ചറുള്ള പാർട്ടിക്കിൾ കൊണ്ട് ഉണ്ടാക്കിയ പദാർത്ഥമാണ് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. മിക്സ്ചേഴ്സോ they contains particles of 2 or more pure substances in any ratio. പ്യുവർ സബ്സ്റ്റൻസ് നമ്മളിപ്പം പറഞ്ഞു രണ്ടോ അതിലധികമോ പ്യുവർ സബ്സ്റ്റൻസുകൾ ഏതെങ്കിലും ഒരു അനുപാതത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ അത് മിക്സ്ചറായി, മിശ്രിതമായി ഇല്ലേ. ഇപ്പം നമ്മളെടുക്കാം ഷുഗർ എന്ന് പറഞ്ഞാൽ നമുക്ക് കെയിൻ ഷുഗർ, നമ്മുടെ സാധാരണ ടേബിൾ ഷുഗർ, അത് സുക്രോസ് ആണ്, C12H22O11, അത് പ്യുവർ സബ്സ്റ്റൻസ് ആണ്. വാട്ടർ പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഷുഗർ വെള്ളത്തിലേക്ക് ലയിപ്പിച്ചു കഴിഞ്ഞാലോ ഷുഗർ സൊല്യൂഷൻ ഉണ്ടായി, അത് മിക്സറായി. അപ്പോൾ അതിൽ 2 പ്യുവർ സബ്സ്റ്റൻസുകൾ അതിലില്ലേ ഉണ്ട്. എയർ, നമ്മുടെ വായു എടുക്കുക, അന്തരീക്ഷ വായു, കാർബൺ ഡൈ ഓക്സൈഡ് തനിച്ച് അത് മാത്രം എടുക്കുകയാണെങ്കിൽ അത് പ്യുവർ സബ്സ്റ്റൻസ് ആണ്. വാട്ടർ മാത്രം എടുക്കുകയാണെങ്കിൽ അത് പ്യുവർ സബ്സ്റ്റൻസ് ആണ്. നൈട്രജൻ ഗ്യാസ് എടുക്കുകയാണെങ്കിൽ പ്യുവർ സബ്സ്റ്റൻസ് ആണ്. പക്ഷേ നമുക്കറിയാം വാട്ടർ വേപ്പർ, നീരാവി, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്, നൈട്രജൻ ഗ്യാസ്, ഓക്സിജൻ ഗ്യാസ്, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള മിശ്രിതമാണ്, മിക്സറാണെന്ത് എയർ എന്ന് പറയുന്നത് ഇല്ലേ. ഇപ്പോൾ ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ പ്യുവർ സബ്സ്റ്റൻസിലേക്ക് തന്നെ വീണ്ടും നമുക്ക് വരാം. മാഷിപ്പം പറഞ്ഞു എന്താണ് പ്യുവർ സബ്സ്റ്റൻസിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകത, അത് 2ആയിട്ട് തിരിക്കാൻ പറഞ്ഞു. വീണ്ടും എലമെന്റ്സും കോമ്പൗണ്ടുകൾ ഇല്ലേ. ഞാൻ ഉദാഹരണത്തിൽ നിന്ന് കൊണ്ടുപോവാം. ഉദാഹരണം, സിൽവർ, ഗോൾഡ്, കോപ്പർ, സോഡിയം, ഹൈഡ്രജൻ, ക്ലോറിൻ, നൈട്രജൻ, കുറേ എക്സാമ്പിൾ കിട്ടിയില്ലേ? കിട്ടി. എന്താ പ്രത്യേകത? പാർട്ടിക്കിൾസ് ഓഫ് എൻ എലമെന്റ് കൺസിസ്റ്റ് ഓഫ് ഓൺലി 1 ടൈപ്പ് ഓഫ് ആറ്റം എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റിനെ സംബന്ധിച്ചിടത്തോളം ആ എലമെന്റ് മൂലകം എന്ന് പറഞ്ഞാൽ അത് ഒരേ സ്വഭാവമുള്ള ഒരേ തരത്തിലുള്ള ആറ്റങ്ങൾ കൊണ്ട് മാത്രം നിർമ്മിതമാണ്. നോക്കാം നമുക്ക്, സിൽവർ Ag ആറ്റം കൊണ്ട് മാത്രം ഉണ്ടാക്കിയതാണ്. കോപ്പർ Cu ആറ്റം കൊണ്ട് മാത്രം ഉണ്ടാക്കിയതാണ്. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാലോ മൂലകാവസ്ഥയിൽ ഹൈഡ്രജൻ നിൽക്കുന്നത് H2 ആണ്. ക്ലോറിൻ മൂലകാവസ്ഥയിൽ നിൽക്കുന്നത് Cl2 എന്നാണ്. നൈട്രജൻ എലമെന്റൽ സ്റ്റേജിൽ നിൽക്കുന്നത് N2 ആണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ദ്വയാറ്റോമിക തന്മാത്രാ രൂപത്തിലാണ് ഇവയൊക്കെ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, Ag, Cu, Na, H2, Cl2, N2, അതിലെല്ലാം ഒരേ ടൈപ്പ് ആറ്റങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടാക്കിയതല്ലേ. ഓക്കെ, അത് എലമെൻ്റാണ്, മൂലകമാണ്. ഇനി കോമ്പൗണ്ട് എന്ന് പറയുമ്പോഴോ എന്താണ്? 2 or more atoms of an element combined together in different ratio. ഓക്കെ, അതായത് 2 അതിലധികമോ ആറ്റങ്ങൾ ഒരു നിശ്ചിത അനുപാതത്തിൽ ചേർന്നുണ്ടായതാണ് കോമ്പൗണ്ട്. നോക്കാം, ഗ്ലൂക്കോസ് C6H12O6, 6 കാർബൺ, 12 ഹൈഡ്രജൻ, 6 ഓക്സിജൻ കൊണ്ട് നിർമ്മിതമല്ലേ. വാട്ടർ H2O, 2 ഹൈഡ്രജനും ഓക്സിജൻ കൊണ്ട് ഉണ്ടാക്കിയതാണ്. CO2, കാർബണും 2 ഓക്സിജനും അല്ലേ 1:2 റേഷ്യോയിൽ വന്നാണ്. നിശ്ചിതമായ അനുപാതത്തിൽ 2 അതിലധികമോ ആറ്റംസ്
ചേർന്ന് ഉണ്ടായവയാണ് കോമ്പൗണ്ടുകൾ. ശുദ്ധപദാർത്ഥം തന്നെയല്ലേ? ശുദ്ധപദാർത്ഥമല്ലേ? സംശയമുണ്ടോ? കാരണം ഒരു സാമ്പിൾ നേരത്തെ പറഞ്ഞു, വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൽ H2O മോളിക്യൂൾ കൊണ്ട് മാത്രം അവ ഉണ്ടാക്കിയതാണ് അല്ലേ? അപ്പോൾ വേറെ ഒന്നും കലർപ്പില്ലായി. അപ്പോൾ അത് പ്യുവർ സബ്സ്റ്റൻസ് തന്നെയാണ്, പക്ഷേ അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആറ്റംസ് കൊണ്ടുണ്ടാക്കിയ ആൾക്കാരാണെന്നുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇവയെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ C6H12O6 ആണ്. അതിൽ കാർബണും ഹൈഡ്രജനും ഓക്സിജനും നമ്മൾ വേർപെടുത്തി കഴിഞ്ഞാൽ അത് ഗ്ലൂക്കോസ് അല്ല. അപ്പോൾ ആ റേഷ്യോയിൽ നിൽക്കുമ്പോൾ H2O എന്ന് പറഞ്ഞാൽ മാത്രമേ വാട്ടർ ആവുന്നുള്ളൂ. അതിന് 2 ഹൈഡ്രജനും ഓക്സിജനായിട്ട് വിഘടിപ്പിച്ച് കഴിഞ്ഞാൽ അത് വാട്ടർ അല്ല അല്ലേ? അപ്പോൾ അതിൻ്റെ പ്യുവർ സബ്സ്റ്റൻസിൻ്റെ ഐഡൻറ്റിറ്റി, വ്യക്തിത്വം സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഡിവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളതിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. ക്ലിയർ അല്ലേ? മിക്സ്ചേഴ്സ്, മിശ്രിതങ്ങൾ. ഇത് കണ്ടെയ്ൻസ് പാർട്ടിക്കിൾസ് ഓഫ് 2 or more പ്യുവർ സബ്സ്റ്റൻസ് ഇൻ എനി റേഷ്യോ എന്ന് പറഞ്ഞു. പാർട്ടിക്കിൾ കണം അല്ലേ? അപ്പോൾ 2 അതിലധികമോ പ്യുവർ സബ്സ്റ്റൻസുകൾ, അവയുടെ കണങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് എന്ത്? മിക്സ്ചേഴ്സ്. 2 അതിലധികമോ ശുദ്ധപദാർത്ഥങ്ങളുടെ കണങ്ങൾ ഏതെങ്കിലും ഒരു അനുപാതത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ മിക്സ്ചേഴ്സായി. അത് തന്നെ 2 തരത്തിൽ നമ്മൾ കാണുന്നു: ഹോമോജിനസ് മിക്സ്ചറും ഹെട്രോജിനസ് മിക്സ്ചറും. ഹോമോജിനസ് പേരിൽ തന്നെ ഉണ്ട്. ദ കോമ്പണൻസ് കംപ്ലീറ്റ്ലി മിക്സ് ഈച്ച് അതർ. കമ്പണൻ്റ് എന്ന് പറഞ്ഞാൽ ഘടകങ്ങൾ. ആ ഘടകങ്ങൾ 2 അതിലധികമോ ഘടകങ്ങൾ വേണ്ടേ ഒരു മിശ്രാവണ്ടിക്കൽ? ആ ഘടകങ്ങൾ പൂർണ്ണമായും പരസ്പരം ലയിച്ച് ചേർന്ന അവസ്ഥയിലാണ് ഹോമോജിനസ് മിക്സ്ചർ ഉള്ളത്. ഓക്കെ. അപ്പോൾ അതിൽ പാർട്ടിക്കിൾസ് ഓഫ് ദ കമ്പണൻസ് ഓഫ് എ മിക്സ്ചർ ആർ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താ? മിശ്രിതത്തിലെ ഘടകങ്ങളുടെ കണങ്ങൾ ഏകരൂപത്തിൽ പരസ്പരം ലയിച്ച് നിൽക്കുന്ന രൂപത്തിലാണുള്ളത്. എക്സാമ്പിൾ നോക്കൂ. ഷുഗർ സൊല്യൂഷൻ, പഞ്ചസാര വെള്ളത്തിൽ ലയിപ്പിച്ചാൽ കിട്ടുന്ന പഞ്ചസാര ലായനി അല്ലേ? നമ്മളതിൻ്റെ ഏത് ഭാഗത്തുനിന്ന് എടുത്ത് അളന്ന് നോക്കി അതിൻ്റെ കോൺസെൻട്രേഷൻ ഗാഢത പരിശോധിച്ചാൽ ഒരുപോലെയല്ലേ ഉണ്ടാവുക? ഒരു ഭാഗത്ത് കുറേ ഷുഗറിൻ്റെ ടേസ്റ്റ് അല്ലെ പിന്നെ അളവ് കൂടുതലുണ്ടാവും, മറ്റൊരു ഭാഗത്ത് കുറവുണ്ടാവും. അങ്ങനെയാണോ? എയറിൽ നോക്കുന്നത് നമ്മൾ നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഒരു റൂമിൽ നമ്മൾ നിൽക്കുമ്പോൾ ആ റൂമിലെ എയറിൽ ആ ഒരു മൂലക്കാണ് കൂടുതൽ നൈട്രജൻ ഉള്ളത്, ഈ മൂലക്കാണ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ, അങ്ങനെ പറയാൻ പറ്റുമോ? ഹോമോജിനസ് ആണ്. ഇനി ഹെട്രോജിനസ് മിക്സ്ചർ എടുക്കുക. ഷുഗർ ആൻഡ് ടീ പൗഡർ, ചായപ്പൊടിയും പഞ്ചസാര നമ്മൾ മിക്സ് ചെയ്തിടുക ഇല്ലേ? എന്താ അതിൻ്റെ കമ്പോസിഷൻ ഈസ് നോട്ട് യൂണിഫോം ത്രൂ ഔട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഘടന നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിലത്തെ ഘടകങ്ങൾ എന്തെല്ലാം അവ ഒരേപോലെയുള്ള രീതിയിലല്ല നിൽക്കുന്നത്. ഈ കമ്പോണൻസ് ഘടകങ്ങൾ നമുക്ക് പലപ്പോഴും വിസിബിളാണ്. വിസിബിൾ എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നവയാണ്. ഷുഗർ ആൻഡ് ടീ പൗഡർ, ഗ്രെയിൻസ് ആൻഡ് പൾസസ്. ഗ്രെയിൻസ് ആൻഡ് പൾസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നെല്ലും പതിരും അല്ലേ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് വേർതിരിക്കാൻ പറ്റും. പരസ്പരം ലയിച്ച് ചേർന്ന രൂപത്തിലാണോ ഉള്ളത്? അല്ല അല്ലേ? നമുക്ക് ഹാൻഡ് പിക്കിംഗ് വഴി അല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് എടുത്ത് മാറ്റിക്കൊണ്ട് അല്ലേ വേർതിരിക്കാൻ പറ്റും. ഫിൽട്രേഷൻ, ക്രിസ്റ്റലൈസേഷൻ, ഡിസ്റ്റിലേഷൻ, നമുക്ക് ഈ വർഷം തന്നെ അങ്ങനെ ഒരു ചാപ്റ്റർ ഉണ്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അത്തരം മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവയെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ആരെ? ഹെട്രോജിനസ് മിക്സ്ചറിലെ കമ്പോണൻസിനാ. ഓക്കെ. ഇപ്പോൾ കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾ കണ്ടെത്തുക. ഇനി ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അല്ലേ? 2 തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്, ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പറഞ്ഞാൽ കളർ, ഓഡർ, ODOUR, ഗന്ധം, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ഡെൻസിറ്റി, സാന്ദ്രത, ഇതൊക്കെയാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പറയുന്നത്. ഇനി കെമിക്കൽ പ്രോപ്പർട്ടീസ് പറഞ്ഞാലോ കമ്പോസിഷൻ, ഗാഢത അല്ലേ? കമ്പസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജ്വലന ശേഷി, റിയാക്ടിവിറ്റി, ക്രിയാശീലം, ഇതൊക്കെയാണ് കെമിക്കൽ പ്രോപ്പർട്ടീസ് പറയുന്നത്. ഫിസിക്കൽ പ്രോപ്പർട്ടീസിൻ്റെ അവസ്ഥ എന്താണ്? ദേ ക്യാൻ ബി മെഷേർഡ് ഓർ ഒബ്സർവ്ഡ് വിത്തൗട്ട് ചേഞ്ചിങ് ദ ഐഡൻറ്റിറ്റി. നമുക്കിപ്പോൾ വെള്ളത്തിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് കണ്ടെത്താൻ അല്ലെങ്കിൽ നമ്മളതിൻ്റെ ബോയിലിംഗ് പോയിന്റ് കണ്ടെത്താൻ നമുക്ക് തിളപ്പിച്ചാൽ
നമുക്കതിലും അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് കണ്ടെത്താൻ പറ്റും അല്ലേ. അപ്പോഴും അത് വെള്ളം തന്നെയല്ലേ. അതിൻ്റെ കെമിക്കൽ നേച്ചർ അഥവാ അതിൻ്റെ രാസ സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഏതെങ്കിലും ഒരു പദാർത്ഥത്തിൻ്റെ കളറോ അല്ലെങ്കിൽ അതിൻ്റെ ഗന്ധമോ നമ്മൾ നോക്കിയത് കൊണ്ട് അതിൻ്റെ രാസഗുണം മാറുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അത്തരം ഗുണങ്ങളാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അതേസമയം കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഒരു സബ്സ്റ്റൻസിൻ്റെ, ഒരു പദാർത്ഥത്തിൻ്റെ റിയാക്ടിവിറ്റി പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അത് മറ്റുള്ള കോമ്പൗണ്ടുമായിട്ട്, സംയുക്തങ്ങളുമായിട്ടോ മറ്റുള്ള രാസപദാർത്ഥങ്ങളുമായിട്ടുള്ള അതിൻ്റെ പ്രവർത്തനം നമ്മൾ നോക്കേണ്ടി വരും. അപ്പോഴതിനെന്ത് സംഭവിക്കും? രാസമാറ്റം സംഭവിക്കും ഇല്ലേ. ഓക്കെ. അപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് വരികയാണെങ്കിൽ പ്രധാനപ്പെട്ട ഫിസിക്കൽ പ്രോപ്പർട്ടീസും അതിൻ്റെ SI സിസ്റ്റം ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ മെട്രിക് സിസ്റ്റത്തിലുള്ള അതിൻ്റെ അളവും അതിൻ്റെ ഇതൊക്കെ പറയുന്നുണ്ട്. ലെങ്ത്ത് അത് അളക്കുന്നത് മീറ്ററിലാണ്. അതിൻ്റെ സിമ്പൽ സ്മോൾ ലെറ്റർ M. മാസ് കിലോഗ്രാം, kg അല്ലേ, ശ്രദ്ധിക്കുക. ടെമ്പറേച്ചർ അതിൻ്റെ SI സിസ്റ്റത്തിൽ കെൽവിനാണ്. സെൽഷ്യസും ഫാരൻഹീറ്റൊക്കെ ഉണ്ട് ഇല്ലേ. ടൈം അളക്കുന്നത് സെക്കൻഡ്സിലാണ് SI സിസ്റ്റത്തിൽ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോളിലാണ്. ഇലക്ട്രിക് കറണ്ട് ആംപിയർ. ലൂമിനസ് ഇൻറ്റൻസിറ്റി അത് കാൻഡല വെച്ചിട്ടാണ് നമ്മളത് അളക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും ഒരു അളവ് കോലുണ്ട് അല്ലേ. അതാണ് നമ്മൾ അളവ് സമ്പ്രദായമാണ് ഈ ഉദ്ദേശിച്ചത്. നോൺ SI യൂണിറ്റുകളിൽ വോളിയം, എനർജിക്കൊക്കെ ഉണ്ട്. ഇനി മറ്റൊന്ന് prefixes used in SI system. 10⁻⁻12 എന്ന് പറഞ്ഞാൽ പൈക്കോ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സിമ്പൽ സ്മോൾ ലെറ്റർ P. 10⁻⁻9 നാനോ, സ്മോൾ ലെറ്റർ N. 10⁻⁻6 മൈക്രോ, മ്യൂ, MU എന്ന് പറയുന്ന ഇതിൻ്റെ സിമ്പിളാണ് അവിടെ കാണുന്നത്. 10⁻⁻3 മില്ലി, സ്മോൾ ലെറ്റർ M. 10⁻⁻2 സെൻറ്റി, 10⁻⁻2 അല്ലേ, സെൻറ്റി C. 10⁻⁻4 10⁻⁻1 ഡെസി, D വെച്ച് കാണിക്കുന്നു. ഓക്കെ. അതേമാതിരി 10, 10⁻2, 10⁻3, 10⁻6, 10⁻9, 10⁻12 ഒക്കെ ഡക്ക, ഹെക്ടോ, കിലോ, മെഗാ, ജിഗ, ടെട്ര അതിൻ്റെയൊക്കെ സിമ്പലും ഒന്ന് ഓർത്ത് വെക്കുക. മാത്തമെറ്റിക്കലായിട്ടുള്ള കാൽക്കുലേഷനൊക്കെ നമുക്കത് ഓർത്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഈ പറഞ്ഞ കുറേ മാസ് അല്ലേ, ലെങ്ത്ത്, ടെമ്പറേച്ചർ, ഇതിനൊക്കെ നമ്മൾ പറയാം. അതിനൊന്നും കൂടി നമുക്ക് എടുത്ത് പരിശോധിച്ചു. എന്താണ് മാസും വെയിറ്റും തമ്മിലുള്ള വ്യത്യാസം? ചന്ദ്രനിൽ മനുഷ്യൻ പോയാലുള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണിച്ചു തന്നു അല്ലേ. മാസ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ ഇറ്റ് എന്നാണ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥത്തിൻ്റെ അളവാണ് മാസ് പറയുന്നത്. വെയിറ്റ് എന്നാലോ ഫോഴ്സ് എക്സർട്ടഡ് ബൈ ഗ്രാവിറ്റി ഓൺ ആൻ ഒബ്ജക്റ്റ്. ഭൂമി ഗ്രാവിറ്റി എന്ന് പറയുന്ന ഫോഴ്സ് വെച്ചുകൊണ്ട് അതിനെ അല്ലേ താഴോട്ടേക്ക് വലിക്കുന്നതിൻ്റെ അളവാണിത് വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ SI യൂണിറ്റ് എന്താണ്? കിലോഗ്രാമാണ് അല്ലേ. പല യൂണിറ്റുകളുണ്ട്, ഗ്രാം ഉണ്ട്, കിലോഗ്രാം, പണ്ടത്തെ കാലത്തിൽ ഔൺസ് എന്നൊക്കെ പറയുന്ന നടക്കുന്നുണ്ട്. പക്ഷേ കിലോഗ്രാമാണ് SI യൂണിറ്റ് പറയുന്നത്. നമുക്ക് മാസ് ഒരു ഫിക്സഡ് ആണ്, പക്ഷേ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് മാറി വരും. അതായത് ആടത്തെ ഭൂമിൻ്റെ അല്ലെങ്കിൽ ആ ഗ്രഹത്തിൻ്റെ ആകർഷണ ശക്തിക്കനുസരിച്ചിട്ട് മാറി വരും, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനനുസരിച്ചിട്ട് മാറി വരും. വോളിയം എന്ന് പറഞ്ഞാലോ സ്പേസ് ഒക്കുപ്പൈഡ് ബൈ എ സബ്സ്റ്റൻസ് അല്ലേ. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം SI യൂണിറ്റ് ഓഫ് വോളിയം ഈസ് വ്യാപ്തം എന്താണ്? മീറ്റർ ക്യൂബാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഇതിൽ മില്ലി ലിറ്റർ അല്ലെ വെളിച്ചെണ്ണയൊക്കെ അളക്കുന്നത് ലിറ്ററിലൊക്കെയാണ്. പക്ഷെ എന്നിരുന്നാലും SI യൂണിറ്റ് പറഞ്ഞാൽ എന്താണ്? SI സിസ്റ്റത്തിൽ മീറ്റർ ക്യൂബിലാണ് അളക്കാൻ വേണ്ടി ബ്യൂററ്റ്, പിപ്പറ്റ് അല്ലെ ദ്രാവകങ്ങളുടെ വ്യാപ്തം അളക്കാൻ വേണ്ടി ബ്യൂററ്റ്, പിപ്പറ്റ്, സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് എന്നൊക്കെ കുറേ ഉപകരണങ്ങളൊക്കെ ഉണ്ട് ലാബിൽ പരിചയപ്പെടുന്നു പറഞ്ഞ കാര്യം. ഓക്കെ. ഇനി അതേമാതിരി ഡെൻസിറ്റി സാന്ദ്രതയാണ്. അതിൽ മാസ് ബൈ വോളിയത്തിനെയാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ. അതിൻ്റെ SI യൂണിറ്റിൽ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക, പ്രതിപാദിക്കുക? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. കാരണം മാസിൻ്റെത് കിലോഗ്രാം, വോളിയത്തിൻ്റെത് മീറ്റർ ക്യൂബ്. കിലോഗ്രാം ബൈ മീറ്റർ ക്യൂബ്, അതായത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. കിലോഗ്രാം ബൈ മീറ്റർ ക്യൂബ് ഓർ കിലോഗ്രാം m⁻³ എന്ന് എഴുതാം. ടെമ്പറേച്ചർ, ഊഷ്മാവ്, നമ്മൾ സാധാരണ ഇതിലൊക്കെ ഡിഗ്രി സെൽഷ്യസിലാണ് പറയുന്നത് അല്ലേ.
അതുകൂടാണ്ട് ഫാരൻഹീറ്റ്, കെൽവിനൊക്കെ ഉണ്ട്. SI സിസ്റ്റത്തിൽ ടെമ്പറേച്ചർ, ഊഷ്മാവ്, അതായത് താപനിലയെ പ്രതിപാദിക്കാൻ വേണ്ടി നമ്മൾ കെൽവിനാണ് ഉപയോഗിക്കുന്നത്. കെൽവിൻ എങ്ങനെയാണ് സെൽഷ്യസിനെ കെൽവിനാക്കുക? കുറച്ച് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ലേ? സെൽഷ്യസ് സ്കെയിലിലെ ടെമ്പറേച്ചറിനോട് 273, കൃത്യമായി പറഞ്ഞാൽ 273.15 കൂട്ടിക്കഴിഞ്ഞാൽ കെൽവിനിലേക്ക് മാറി. ഇനി സെൽഷ്യസിൽ തന്നതിനെ ഫാരൻഹീറ്റിലേക്ക് ഇങ്ങനെ മാറ്റും. ഓക്കെ, 9/5 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32 ചെയ്ത് കഴിഞ്ഞാൽ ഫാരൻഹീറ്റ്. ടെക്സ്റ്റ് ബുക്കിൽ ഇക്വേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് അല്ലേ. ഇനി അടുത്ത ചാപ്റ്റർ നമ്മൾ നാളെ അതിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് കടക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിനുണ്ട്. എന്താണ് ഡെഫിനിഷൻസ് ഓഫ് 1-2 SI അല്ലേ, യൂണിറ്റുകളുടെ ഡെഫിനിഷൻ ചോദിച്ചിട്ടായിരുന്നു. ടെക്സ്റ്റിൽ ടേബിൾ 1.2 നോക്കി കഴിഞ്ഞാൽ അത് കിട്ടും. പിന്നെയോ എക്സാമ്പിൾസ് ഫോർ ഹോമോജിനസ് ആൻഡ് ഹെട്രോജിനസ് മിക്സ്ചേഴ്സ് കുറേ പറഞ്ഞില്ലേ നമ്മൾ എക്സാമ്പിൾ. ഓക്കെ, അത് തന്നെ നമ്മളൊന്ന് തരംതിരിച്ച് എഴുതി നോക്കുക. അല്ലേ, ഒരു ടേബിളിൽ 2 കോളാക്കിയിട്ട് ഒന്നിൽ ഹോമോജിനസ് മിക്സ്ചേഴ്സും 2 ഹെട്രോജിനസ് മിക്സ്ചറും എഴുതി നോക്കുക. ഓക്കെ, അപ്പോൾ ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ. താങ്ക് യു.